ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു വമ്പൻ വാർത്ത പുറത്തു വരുന്നുണ്ട്. പക്ഷെ കേരളത്തിലുള്ള ആരും തന്നെ അത് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഈ ചൈനയുടെ ഡീപ് സീക്ക് അറിയാലോ, ചൈനയുടെ എഐയുടെ ഒരു ചാറ്റ് ബോട്ടാണ് ഈ ഡീപ് സീക്ക് എന്ന് പറയുന്നത്. അമേരിക്കയുടെ ചാറ്റ് GPT, ചൈനയുടെ ഡീപ് സീക്ക്. ഈ ചാറ്റ് GPT എന്ന് പറയുന്നത് അമേരിക്ക വളരെ വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളരെയധികം തുക ചെലവഴിച്ചുണ്ടാക്കിയ ഒരു സാധനമാണ്. അപ്പോൾ ഇതിന്റെ സാങ്കേതിക വിദ്യ ഒന്നും പുറത്തു വിട്ടിട്ടുമില്ല. അങ്ങനെ പുറത്തു വിടാത്ത സാഹചര്യത്തിൽ, ഇത് പുറത്തു വിടാത്ത ചൈനയെ പേടിച്ചാണ്. കാരണം ചൈന ഇത് ചുളിവിനുണ്ടാക്കുമല്ലോ. അകത്ത് സൂര്യനെ വരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടീമാണ് ചൈന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചൈന ഇത് ചുളിവിൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അത് പുറത്തു വിട്ടില്ല. പുറത്ത് വിട്ടില്ലെങ്കിൽ എന്താ, യവന്മാര് എലോൺ മസ്കിന്റെ ഒരു ഡൂപ്പിനെ വരെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എലോൺ മസ്കിന്റെ ഡൂപ്പിനെ വരെ ഉണ്ടാക്കി ഈ ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഇവന്മാര്, അതായത് അമേരിക്ക ഉണ്ടാക്കിയ ആ വമ്പൻ തുകയുടെ പകുതിയുടെ പകുതി തുകയ്ക്ക് ഈ ഡീപ് സീക്ക് ഉണ്ടാക്കി. ഡീപ് സീക്ക് ഉണ്ടാക്കിയിട്ട് ഈ ഡീപ് സീക്കിനെ എന്താണ് സകല രാജ്യങ്ങളിലും അവതരിപ്പിച്ചു. ഇപ്പോ ആപ്പിളിന്റെ മറ്റേ പ്ലേ സ്റ്റോറിൽ അതിനെ ഐ സ്റ്റോറോ അങ്ങനെ എന്തോ പറയുന്നത്. അപ്പൊ അതിൽ ഈ ഡീപ് സീക്ക് ചാറ്റ് GPT ഓവർകം ചെയ്തു ഈ ഡൗൺലോഡ്സിന്റെ കാര്യത്തിൽ. അത് ഓവർകം ചെയ്തു. പോരാത്തതിന് ട്രംപ് വരെ കിടുങ്ങിപ്പോയി. ട്രംപ് പറയുന്നത് ഇത് നമുക്കൊരു വലിയൊരു തിരിച്ചറിവാണ് മക്കളെ എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. സാങ്കേതിക വിദ്യ ഒന്നും കൊടുത്തിട്ടുമില്ല, പിന്നെ എങ്ങനെ ഇവന്മാർ ഇത് ഉണ്ടാക്കി എന്നുള്ളൊരു ചോദ്യമാണ് ഉയർത്തുന്നത്. പക്ഷെ നമ്മുടെ വാർത്തയുടെ ക്രക്സ് ഇതൊന്നുമല്ല. ഈ ഡീപ് സീക്കിൽ പല കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ ഡീപ് സീക്ക് പറയുന്നത് നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം എന്നാണ്. ഇനി ഷീ ജിൻപിങ്ങിനെ പേടിച്ചിട്ടാണോ എന്നറിയില്ല, മറ്റെന്തെങ്കിലും സംസാരിക്കാം. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നാമത് ഈ ചൈനയുടെ ഏകാധിപത്യ സ്വഭാവം, ടിയാൻമെൻ സ്ക്വയർ കൂട്ടക്കൊല, ജനാധിപത്യം, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ സ്വഭാവം, ഇവയൊക്കെ ചോദിക്കുമ്പോൾ ഡീപ് സീക്ക് പറയാം നമ്മൾ വേറെ എന്തെങ്കിലും സംസാരിക്കുക, എന്തിനാ ഇതൊക്കെ സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിലൊരു കാര്യം വളരെയധികം സ്ട്രൈക്കിംഗ് ആണ്. അത് ഉയ്ഗുർ മുസ്ലിങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴും ഡീപ് സീക്ക് അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വളർന്നു പോവുകയാണ് നമ്മുടെ മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് വേറെ തലത്തിലേക്ക് പോവുകയാണ്. അതായത് നമ്മുടെ ഇന്റലിജൻസ്, അതായത് നമ്മുടെ തലച്ചോറ് പോലെ ആ ചൈതന്യത്തിനെ എടുത്ത് അതേപോലെ വേറെ ആർട്ടിഫിഷ്യലി വേറൊരു സമാന്തര മനുഷ്യനെ ഉണ്ടാക്കുകയാണ്. നമ്മൾ എന്തിരൻ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, എന്തിരൻ സിനിമയിൽ മറ്റേ രജനീകാന്തിന്റെ റോബോട്ടിനെ ഉണ്ടാക്കിയിട്ട് അതിന് ഫീലിങ്സ് കൊടുക്കില്ലേ. ഇപ്പൊ ഒരു കമ്പ്യൂട്ടറാണ്, പക്ഷെ ആ കമ്പ്യൂട്ടറിന് മനുഷ്യന്റെ ഫീലിങ്സും ബുദ്ധിയും കൂടെ കൊടുത്തത് എങ്ങനെ ഇരിക്കും? അവൻ നമ്മളെ പോലെ ചിന്തിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമല്ലേ. അപ്പൊ ആ ഒരു രീതിയിലോട്ട് ലോകം മാറിപ്പോവുകയാണ്. അപ്പോ ഇനി ഭാവിയിൽ ഈ സ്കൂളുകളിൽ കുട്ടികൾക്കൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് ഒന്നുമില്ല. ഇനി ടെക്സ്റ്റ് ബുക്ക് ഒന്നുമില്ല. ഇപ്പൊ ചാറ്റ് GPT, ഞാൻ പോലും ഇപ്പൊ ചാറ്റ് GPT ഒക്കെ എടുത്തിട്ട് നമ്മൾ ഡൽഹി തെരഞ്ഞെടുപ്പ് വന്നല്ലോ. ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഞാൻ ചാറ്റ് GPT യോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, എനിക്കൊരു പ്രസന്റേഷൻ വേണം ഡൽഹി തെരഞ്ഞെടുപ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ. ഓരോ മണ്ഡലങ്ങൾ സഹിതം വിത്തിൻ സെക്കൻഡ്സ് ഡൽഹി തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വരികയാണ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അതിൽ ഇങ്ങനെ ചോദിച്ചാൽ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മറുപടി വരും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൗണ്ടർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ്. പോരാത്തതിന് എന്റെ ഫോൺ എന്നോട് ഇങ്ങോട്ട് പറയുകയാണ്, നിങ്ങളൊരു യൂട്യൂബ് ചാനലിൽ മാധ്യമ പ്രവർത്തകനല്ലേ. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഈ ഫോണിൽ ഇതെങ്ങനെ അറിയാം എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. ആ യൂട്യൂബ് ചാനലിലാണോ നിങ്ങൾക്ക് ഈ പ്രസന്റേഷൻ വേണ്ടത്? നമ്മുടെ ഡാറ്റ മുഴുവൻ ഇത് കൊണ്ടുപോവുകയാണ്. അപ്പൊ പോരാത്തതിന് ഇനി ഭാവിയിലേക്ക് വരുമ്പം ഈ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ ചരിത്രം, ഭൂമിശാസ്ത്രം ഒക്കെ പഠിക്കുന്നത് ചാറ്റ് GPTയിലൂടെയാ എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും ആവശ്യമില്ല. ഇനി സ്കൂളുകളെ അസ്തമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെങ്കിലും അറിയണമെങ്കിൽ ഫോൺ എടുത്ത് ഇതിനോട് ചോദിച്ചാൽ മതി, ഇത് നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ നൽകും. അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലോകത്തിലേക്ക് പോകുമ്പോൾ ഇപ്പൊ നമുക്ക് ഭാവിയിൽ നമ്മുടെ മൗര്യ എംപയറിനെ കുറിച്ച് അറിയണമെങ്കിൽ, നമ്മുടെ അശോകന്റെ എംപയറിനെ കുറിച്ച് അറിയണമെങ്കിൽ, നമ്മുടെ ചോഴന്മാരെ കുറിച്ച്, പാണ്ഡ്യന്മാരെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഇതിനോട് ചോദിച്ചാൽ മതി എന്നുള്ള ലെവലിലെത്തും. പക്ഷെ ഉയ്ഗുർ മുസ്ലിങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ആൾക്കാരെ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന രീതിയിലാണ് ഡീപ് സീക്ക് മറുപടി നൽകുന്നത്. ഇത് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ഈ ഉയ്ഗുർ മുസ്ലിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഈ ഡീപ് സീക്ക് ഇങ്ങനെ പറയുമ്പോൾ ഭാവിയിൽ എന്താണ് ഈ ഉയ്ഗുർ മുസ്ലിങ്ങൾ ആരായിരുന്നു എന്ന് പോലും അറിയാത്തൊരു സാഹചര്യം നമ്മുടെ കുട്ടികൾക്കുണ്ടാവും. 12 ദശലക്ഷം ഉയ്ഗുർ മുസ്ലിങ്ങളാണ് ചൈനയിലുള്ളത്. അത് ചൈനയ്ക്ക് ഉയ്ഗുർ മുസ്ലിങ്ങളെ ചരിത്രത്തിൽ നിന്നും തുടച്ചു നീക്കി അവരെ പൂർണ്ണമായിട്ടും കൊന്നൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കും. അതിന് ചൈന ഇപ്പോൾ മുൻകൈ എടുക്കുകയാണ് എന്നാണ് പറയുന്നത്. പല ആൾക്കാർ വിമർശനം ഉന്നയിക്കുന്നത്. ഇപ്പൊ തന്നെ ഓൾറെഡി ചൈന എന്ന് പറയുന്നത് ഉയ്ഗുർ മുസ്ലിങ്ങളെ മുഴുവൻ ഡിറ്റൻഷൻ സെന്ററിൽ പിടിച്ചിട്ട് ആ ഉയ്ഗുർ മുസ്ലിങ്ങളുടെ അവയവങ്ങൾ പറിച്ചെടുത്ത് അവയവ കച്ചവടം നടത്തുന്നു, അവരിൽ പരീക്ഷണങ്ങൾ നടത്തുന്നു, അവരുടെ ഖുറാൻ തിരുത്തുന്നു, അതിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉന്നയിക്കുന്നു, ആശയങ്ങൾ തിരികെ കയറ്റുന്നു. ഇവരുടെ മക്കളെ പ്രസവിച്ചു കഴിഞ്ഞാൽ മക്കളെ എടുത്ത് മാറ്റുന്നു, മക്കളെ എടുത്ത് മാറ്റിയിട്ട് അവരെ എങ്ങോട്ട് കൊണ്ടുപോകുന്നെന്ന് അറിയില്ല.
എനിക്ക് മനസ്സിലാവാത്തത് ബിജുട്ടാ. ഒന്നാമത്തെ ചോദ്യം എനിക്ക് ഇതാണ് എന്ന് പറഞ്ഞാൽ ഈ ഉയ്ഗുർ മുസ്ലിങ്ങളുടെ അവിടുത്തെ അവസ്ഥയും ഡീപ് സീക്കിന്റെ ഈ സമീപനവും. രണ്ടാമത്തെ ചോദ്യം, ഈ ഫലസ്തീനിലുള്ള ആൾക്കാരുടെയൊക്കെ മരണം, അവിടെ 40,000 ആൾക്കാർ മരിക്കുമ്പോഴും ഇതിനൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാര് 12 ദശലക്ഷം ഉയ്ഗുർ മുസ്ലിങ്ങളെ ചൈന വംശഹത്യ ചെയ്യാൻ പോവുകയാണ്. ആ വിഷയത്തിലൊന്നും എന്താ പ്രതികരിക്കാത്തത്? രണ്ട് ചോദ്യം. ഇത് ഈ ലോകത്തെ ഈ ടെററിസം നടത്തുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വലിയ പേടിച്ച് ഭയപ്പെടുന്ന ഭീരുക്കളാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലോകത്തുള്ള സകലമാന മുസ്ലിങ്ങളെ കുറിച്ച് ഇവർ സംസാരിക്കും. റോഹിംഗ്കളെ കുറിച്ച് സംസാരിക്കും. ലോകത്ത് എവിടെ നടന്ന എന്ത് സംഭവം നടന്നാലും പൊക്കിയെടുക്കും. ദിവസങ്ങളോളം ചാനലിൽ ചർച്ച ചെയ്യും. വലിയ രീതിയിൽ ലേഖനം എഴുതും. പക്ഷെ ഉയ്ഗൂർ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, അവർ ചെറിയ വിഭാഗമല്ല, ചൈനയിൽ മാത്രമുള്ള ഒരു വിഭാഗമല്ല. താജിസ്ഥാനിൽ അവര് വലിയ ഒരു ശക്തി തന്നെയാണ്. അവർക്ക് വേണ്ടി പോരാടുന്ന സായുധ ഗ്രൂപ്പ് ഉണ്ട് താജിസ്ഥാനിൽ. തുർക്കി അവരുടെ മെയിൻ കേന്ദ്രമാണ്. ഇങ്ങനെ പലയിടത്തായി വ്യാപിച്ചെടുക്കുന്ന വലിയ സംഖ്യയാണ്. അവര് ഈ റോഹിംഗ്കളെ കണക്ക് കിടപ്പാടമില്ലാത്തവരല്ല, ഇല്ലെങ്കിൽ സ്വന്തം രാജ്യമില്ലാത്തവരല്ല. അവരുടെ രാജ്യത്തിന്റെ ഭാഗം കൂടി ഈ ചൈനയുടെ ഇൻവേഷനിൽ അവിടെ എത്തപ്പെട്ടത് കൊണ്ടാണ്. അപ്പൊ അവിടെ ഒരു ഉയ്ഗുസ്ഥാൻ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. മറ്റേ റോഹിംഗ്യകൾക്ക് ഒരു രാജ്യം വേണമെന്ന് പറയുന്നത് ഇവരും ഒരു രാജ്യം വേണമെന്ന് പറയുന്നത്. അവര് പറയുന്നതിനകത്ത് ഒരു ന്യായമുണ്ട്. അല്ല, ഇതാണ് ഇവരുടെ ആശയം. ഇവര് ഈ ചൈനയിൽ ഇവർ പോരാടിയിരുന്നാണ്. ഇവരവിടെ ഭീകരപ്രവർത്തനം നടത്തി. ഇവരുടെ വടക്ക് പടിഞ്ഞാറ്, ചൈനയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയില് ഇതിന്റെ ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താജിക്കിസ്ഥാന്റെ മറ്റു ബോർഡറാണ്. അവിടെ ഈ ഉയ്ഗൂറുകളുടെ ശക്തി കേന്ദ്രവുമാണ്. ഉയ്ഗൂർക്ക് വേണ്ടിയുള്ള ഫോഴ്സ് ഉണ്ട്, ആംഡ് ഫോഴ്സ് ഉണ്ട് അവിടെ. അവിടുത്തെ എന്താണ് പറയുന്നത്, വേണമെങ്കിൽ ഈ ഇവരുടെ ഭാഷയെ പറഞ്ഞ പോരാളികൾ, ഈ ഹമാസും പോരാളികളാണല്ലോ. അത് കണക്കുള്ള പോരാളികളുണ്ട്. ഇവരുടെ ഒരു ബ്ലൂ ഫ്ലാഗും ഒക്കെയാണ്. ഫ്ലാഗ് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം അതുണ്ട് ഇവർക്ക്. അപ്പം ഇവര് അങ്ങനെ വന്നിരുന്നത് കാരണം ചൈന ഒരു ഭീകര ആക്രമണ വിമുക്തമായ രാജ്യമൊന്നുമല്ല. ഭീകരാക്രമണം അവിടെ പലതവണ നടന്നിട്ടുണ്ട്. പലപ്പോഴും ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ള രാജ്യമാണ്. അവരെപ്പോഴും ഭയക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ചൈന തുടക്കം മുതൽ തന്നെ ഈ ഉയ്ഗൂറുകളെ നശിപ്പിക്കാനുള്ള ശ്രമം. കാരണം അവരെ ചരിത്രത്തിൽ നിന്ന് തന്നെയല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നിൽക്കുന്ന ഒരു ശ്രമം അവർ വളരെ നേരത്തെ തുടങ്ങിയിരുന്നു. ഇവരുടെ ആളുകളെ പിടിച്ചുകൊണ്ട് പോവുക, വന്ധ്യംകരണ ശസ്ത്രക്രിയക്ക് വിധേയരാക്കുന്നുണ്ട് ഒരുപാട്. അതുപോലെ തന്നെ ഇവരുടെ പള്ളിയൊക്കെ ചൈന വരച്ചു കൊടുക്കും. ബുദ്ധവിഹാരങ്ങളുടെ മോഡലിലാണ് ഈ മസ്ജിദ് പണിയുന്നത്. ആ മോഡൽ അവർ വരച്ചു കൊടുക്കും. അതുപോലെ പണിയാണ്. ലോകത്ത് എവിടെങ്കിലും ഒരു മസ്ജിദ് ഇതേപോലെ പണിത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതിനെക്കുറിച്ച് ഇവിടുത്തെ ഒരു മുസ്ലിം തത്വചിന്തകനും എഴുതില്ല, പറയില്ല, ചർച്ച ചെയ്യില്ല. ഇവിടെ ആകെ ഇത് ചർച്ച ചെയ്യുന്നത് നമ്മളെ കണക്കുള്ള ചില മാധ്യമങ്ങൾ മാത്രമാണ് ഈ ഉയ്ഗൂറുകളുടെ പ്രശ്നം അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരിൽ 10 ലക്ഷത്തോളം പേരെ തടങ്കൽ പാളയത്തിൽ പീഡിപ്പിക്കുന്ന ഒരു വാർത്ത മുമ്പ് നമ്മുടെ പുലിസ്റ്റർ ജേതാവായ മാധ്യമപ്രവർത്തക ഈ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടുകൂടി പുറത്തു കൊണ്ടൊരു വാർത്തയാണ്. ആ ഒരു വാർത്തക്കടക്കമാണ് അവർക്ക് പുലിസ്റ്റർ അവാർഡ് കിട്ടിയത്. അപ്പൊ അത് അവിടെ പോയിട്ട് റിപ്പോർട്ട് എടുത്തല്ല, അവിടെ പോയിട്ട് റിപ്പോർട്ട് എടുത്തേക്ക് പിന്നെ അവരെ കൊന്നുപോലെ വിളിച്ചെന്നെ അവന്മാര്. ഈ ഉപഗ്രഹ ചിത്രങ്ങളുടെയൊക്കെ സഹായത്താലാണ് അവരത് എടുത്തത്. ഒപ്പം തന്നെ വലിയ രീതിയിൽ ഇവര് സൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ ധനുഷ് പറഞ്ഞതുപോലെ ഇനി ഭാവി എന്ന് പറഞ്ഞാൽ 5-6 വർഷമൊന്നും കാത്തിരിക്കേണ്ടി വരുന്നില്ല. 1-2 വർഷത്തിനിടയ്ക്ക് ഈ ചരിത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളും അറിയാൻ നമ്മൾ പാഠപുസ്തകം വായിക്കുന്ന ഒരു രീതി മാറുകയാണ് ഇപ്പോൾ തന്നെ. ഇപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിനോട് ചോദിക്കും, എന്താണ് മൗര്യ രാജവംശം, ഇല്ലെങ്കിൽ ചോള രാജവംശം, ഇല്ലെങ്കിൽ തിരുവിതാംകൂർ രാജവംശം ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ പറഞ്ഞു തരുന്നു. ആ ഗൂഗിളിന്റെ സ്ഥാനത്തേക്ക് അനവധി ഇതുപോലുള്ള AI ടൂൾസുകൾ വരുന്നു. ചാറ്റ് GPT പോലുള്ളത്, ഈ ചൈനയുടെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആവുകയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തിനേറെ പറയാം, നമ്മുടെ നാട്ടുപുറത്തുള്ള ഏതെങ്കിലും നമുക്ക് അറിയാൻ മേലാത്ത കട വരെ ഈ സാധനങ്ങൾ പറഞ്ഞു തരും. എനിക്കിപ്പോ ഒരു ജ്യൂസ് കുടിക്കണം, നല്ല കട ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷെ അത്രയും കടകൾ ജ്യൂസ് കുടിക്കണം കട ഏതാണ് എന്നുള്ളതല്ല, പുതിയ കണ്ടെത്തലുകൾ ഇത് നടത്താൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മനസ്സിലൊരു ആശയമുണ്ട്. ഇപ്പോ നമ്മൾ പറയല്ലേ, ഇപ്പോ ഈ എന്താ പറയാ, ഈ നമ്മളൊക്കെ പണ്ട് പറയുന്ന ഒരു ആവശ്യമുണ്ട്. ഇനി ഒരു 100 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇനി ഇപ്പൊ ഇവിടെ നിന്ന് അമേരിക്ക വരെ പോകാൻ 21 മണിക്കൂർ എടുക്കും ഫ്ലൈറ്റിൽ. ഇനിയിപ്പോ നമ്മുടെ വീട്ടിന്റെ നടയിലൊക്കെ മറ്റേ സ്പേസ് എക്സിന്റെ ഒക്കെ റോക്കറ്റ് ഒക്കെ കിടക്കും. നമുക്ക് അതിൽ കയറി സ്പേസിൽ പോയിട്ട് തിരിച്ചു വരാം. ഇപ്പൊ അങ്ങനെ ഒരു ആശയം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അങ്ങനെ മൂണിൽ പോയിട്ട് തിരിച്ചു വരാൻ എത്ര സമയം എടുക്കും, അതിന് പറ്റുന്ന ഒരു എക്യുപ്മെന്റ് എങ്ങനെയാണ്, അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും ഇത് മറുപടി തരും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന സാധനങ്ങൾ വേണം, ഇന്ന കാര്യങ്ങൾ വെച്ച് അത് ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ്. ഇപ്പൊ ആപ്പൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് പറയുമ്പോൾ, പണ്ട് ആൾക്കാർ തല പുകഞ്ഞ് ഈ കോഡിംഗ് എന്ന് പറയുന്നതൊക്കെ പഠിച്ച് ആപ്പ് കോഡിംഗ് ചെയ്ത് ആപ്പൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം എനിക്ക് ഇന്ന ആപ്പ് വേണം, ആ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡ് ഡെലിവറി ആപ്പാണ്, ഒന്നുണ്ടാക്കി തരൂ എന്ന് പറയുമ്പം കൈ ഇങ്ങനെ ഞൊടിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ കോഡിംഗ് ആയി, ആപ്പായി, സെറ്റപ്പായി, എല്ലാം ആയി, കയ്യിൽ സാധനം കിട്ടുകയാണ്.
അതാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഇത് ഡേഞ്ചറസ് ആണ്. ഒരു സ്ഥലത്ത് ഇത് വളരെ ഡേഞ്ചറസ് ആയി മാറും. എന്തിനും സിനിമയിൽ കാണുന്നത് പോലെ ആവാൻ പോവാണ്. ഭാവിയിൽ ഇതെല്ലാം മനുഷ്യന്മാരെ അടിമകളാക്കിയിട്ട് ഇത് ലോകം ഭരിക്കുന്ന ഒരു ലെവലിലോട്ട് മാറാം. ചേട്ടാ ഒന്ന് ആലോചിച്ച് നോക്കുക. ദിനോസറുകളായിരുന്നു മനുഷ്യന്മാർക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് മനുഷ്യന്മാർ വന്ന് ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മനുഷ്യന്മാര് ഇല്ലാത്തൊരവസ്ഥ വരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടുകൾ മാത്രം. അതായത് ഈ മനുഷ്യന്റെ സെയിം ഇന്റലിജൻസ് തന്നെയാണ് അതിന് പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോ എന്താ പറയാ, ഇത് നമ്മുടെ ഈ സോംനാഥ് ഉണ്ടല്ലോ, നമ്മുടെ ISROയുടെ മുൻ ചെയർമാൻ, സോംനാഥിനോട് ചോദിച്ചു ഈ കാര്യം, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാവി എന്താണെന്ന് സോംനാഥിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇത് മനുഷ്യന്റെ ചൈതന്യത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ആ ഒരു വാക്ക് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അതായത് മനുഷ്യൻ ഒരു ചൈതന്യമുണ്ട്, അതിന് ആത്മാവെന്നോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെന്നോ മനസ്സെന്നോ ഒക്കെ പറയാം. ഈ ഇന്റലിജൻസ്, ഈ ബുദ്ധിയെ മാത്രം എടുത്ത് പുറത്തേക്ക് നിർത്തി, ഈ ബുദ്ധിക്ക് ഒരു ശരീരമില്ല, അങ്ങനെ പുറത്തേക്ക് നിർത്തിയിരിക്കുകയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ്. ഇനി ഈ മനുഷ്യന്റെ ഈ ബുദ്ധി ഒരു റോബോട്ടിന്റെ തലയിൽ വെച്ചു കൊടുത്താലുണ്ടല്ലോ, മനുഷ്യന്റെ ശരീരം പോയി, പിന്നെ ഭൂമി ഭരിക്കുന്നത് റോബോട്ടുകളായിരിക്കും. അങ്ങനെയുള്ള രീതിയിലേക്ക് കാര്യം പോവാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ചരിത്രത്തിൽ തന്നെ ഇതുപോലുള്ള ഈ ചൈനയെ പോലുള്ള സ്വേച്ഛാധിപത്യ രാജ്യങ്ങൾ, ഉത്തര കൊറിയ പോലുള്ള രാജ്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കും. ഇനി ഉയ്ഗൂർ മുസ്ലിങ്ങൾ മാത്രമല്ല ചൈന ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്, റോഹിംഗ്യകളെ തീർക്കുന്നുണ്ട്. മ്യാൻമാറിൽ നിന്നും മറ്റും ഈ ചൈനയുടെ ബോർഡർ കടന്നെത്തുന്ന റോഹിംഗ്യകൾക്ക് ചൈന വലിയ സ്വാഗതമാണ് കൊടുക്കുന്നത്. അവർ കൊണ്ടുപോകാറുണ്ട്. അവരുടെ പണികൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത്. അടിമകളാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ചൈനക്കാർ റോഹിംഗ്യകളെ കൊണ്ടുപോയിട്ട്. അവരിൽ പലരും എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അത് റോഹിംഗ്യകളുള്ള സ്നേഹം കൊണ്ട് അവരെ സ്വീകരിക്കുന്നതല്ല. ഈ മ്യാൻമാറിൽ നിന്നും മറ്റുമൊക്കെ രക്ഷപ്പെടുന്നവർക്ക് അവരുടെ ഇതിലേക്ക് ഇത് ചെയ്യും, കടന്നു വരാൻ അനുവദിക്കും. ഇവരെ അടിമപ്പണിക്കും മറ്റുള്ളതുമൊക്കെ ആയിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അടിമപ്പണിയും മറ്റുമൊക്കെ ചെയ്തിട്ടാണ്. ഇതും ഒരു വലിയ വാർത്ത തന്നെയാണ്. പക്ഷെ ആരും അത് കൊടുക്കുന്നില്ല. അതായത് ലോകത്ത് മുസ്ലിങ്ങളെ പരസ്യമായിട്ട് തന്നെ ഇത്രത്തോളം ദ്രോഹിക്കുകയും കൊന്നെടുക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം ചൈനയല്ലാതെ വേറൊരു രാജ്യമില്ല. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ചൈനയ്ക്കെതിരെ പറയാത്തത് എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. ചൈന ഇന്ത്യക്കെതിരാണ്, ഇന്ത്യയുടെ ശത്രുവാണ്. ഇനി ചൈന നന്നായാലും കുഴപ്പമില്ല, ഇന്ത്യ തകരണം. കാരണം ചൈന എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം. ചൈന പവറാണ്, എപ്പോഴും പറയുന്ന കാര്യമാണ്. ചൈന പവറാണ്. ചൈനയുടെ കണ്ടിട്ടില്ല അവരൊക്കെ ഒന്ന് കമന്റ് ഇടുന്നത്, ചൈനയുടെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ചൈന വിരട്ടിയാൽ പോകും, ഇല്ലെങ്കിൽ ചൈന നമ്മളെ പിടിച്ചെടുക്കും. ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. മുസ്ലിങ്ങളെ കൊല്ലുന്നത് അവർക്ക് പ്രശ്നമില്ല, ഖുറാനിൽ ചൈനീസ് വചനങ്ങൾ എഴുതി ചേർക്കുന്നതിൽ അവർക്ക് പ്രശ്നമില്ല, പള്ളി ചൈനക്കാരൻ പറയുന്ന മോഡലിൽ പണിയുന്നുണ്ട് കുഴപ്പമില്ല. കാരണം ബുദ്ധവികാരങ്ങളുടെ മോഡലിലാണ് അവിടെ പണിതിരിക്കുന്നത്. മിനാരങ്ങളും കുന്തോ കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ പിന്നെ അവരും കൂടാണ് ഇപ്പൊ ടൈമിംഗ് കൊടുത്തിരിക്കുന്നത്. എപ്പൊ നിസ്കരിക്കണം, ഇറങ്ങിപ്പോണം, എപ്പൊ കൂടണം എന്നൊക്കെ അവരാണ് ടൈമിംഗ് കൊടുത്തത്. അതേ മൊത്തത്തിൽ മാറ്റിമറിച്ച് ഇപ്പോൾ നമ്മൾ പുറത്തു വരുന്ന വാർത്ത എങ്കിൽ ഈ വരുന്ന 12 ദശലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങളെ, ആ മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തെ ചൈനയിൽ തന്നെ ഉന്മൂലനാശത്തിന്റെ വക്കിലാണ് അവര്. ഇനി പുറം ലോകം അറിയില്ല ഇങ്ങനെയുള്ളവർ ജീവിച്ചിരുന്നിട്ടുണ്ടോ, അറിയില്ല. ആ രീതിയിലേക്ക് പോകും. ഇത് ചൈനയിലെ കാര്യമാണ് എങ്കിൽ ഇതുപോലെ തന്നെ മറ്റിടങ്ങളിൽ എന്തായിരിക്കും അവസ്ഥ? മറ്റു രാജ്യങ്ങളിൽ ഇതേ രീതിയിലേക്ക് പോയാൽ ഓരോ വംശം, ഇപ്പൊ മുസ്ലിങ്ങൾ തന്നെ അല്ല ഞാൻ പറയുന്നത്, ഈ ഓരോ വംശം ഇപ്പൊ അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു വംശത്തെ സൈഡാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം പുറം ലോകം അറിയുന്നില്ല ഈ രഹസ്യം. ഇതിനകത്തൊരു വലിയ അപകടമുണ്ട്. ഈ മുസ്ലിങ്ങളെ നമ്മൾ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിവിധ സമുദായങ്ങളും വിവിധ ഗ്രൂപ്പുകളും വിവിധ വിഭാഗവും ഈ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഏതായാലും ഇതിനെതിരെ എന്തുകൊണ്ട് പ്രതികരണം വരുന്നില്ല എന്നറിയില്ല. പക്ഷെ ഭാവിയിൽ വരുമായിരിക്കും. ഇവിടെ എന്തിനും ഒന്ന് തുമ്മിയാൽ പോലും വലിയ പോസ്റ്റുകളും വലിയ നിരീക്ഷണവും വലിയ വാർത്തകളും വൈകുന്നേരം പറയാം കേട്ടോ. നമ്മൾ ഈ താലിബാൻ അധികാരം പിടിച്ചപ്പോണ്ടല്ലോ, താലിബാൻ അധികാരം പിടിച്ചപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് താലിബാൻ വലിയ വിമർശനമൊന്നും വന്നില്ലല്ലോ. താലിബാനെ വിമർശിച്ചത് ഇവിടെയുള്ള സംഘപരിവാറുകാർ മാത്രമായിരുന്നു. അപ്പൊ ഇവിടെയുള്ള പോരാത്തതിന് ഈ ഇസ്രായേലിലും അതുപോലെ പ്രശ്നം ഉണ്ടായല്ലോ. നമ്മുടെ സൗമ്യ എന്ന് പറഞ്ഞൊരു നേഴ്സ് ഇസ്രായേലില് മറ്റേ ഹമാസിന്റെ റോക്കറ്റിന്റെ ചീളുകൾ തെറിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അവരുടെ മൃതദേഹം ഇവിടെ കൊണ്ടുപോയപ്പോ മാണി സി കാപ്പം മാത്രമാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും. മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച്. അപ്പൊ ഇവരെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് താലിബാൻ അധികാരത്തിലേറിയപ്പോൾ നമ്മളിങ്ങനെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആൾക്കാർ ഇങ്ങനെ മരിച്ചു വീഴുന്നതും ഈ ഫ്ലൈറ്റിൽ ചാടിക്കയറുന്നതും, ഫ്ലൈറ്റിന്റെ വിമാനത്തിന്റെ മറ്റേ ഈ ടയറില്ലേ, ആ ടയറിലൊക്കെ ആൾക്കാർ ചതഞ്ഞരഞ്ഞ് താഴേക്ക് ഇങ്ങനെ മഴത്തുള്ളികൾ പോലെ താഴെ വീണ് മരിക്കുന്നതൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് ഇവിടെ ഒരു സാംസ്കാരിക നായകനും പ്രതികരിച്ചിട്ടില്ല. പ്രതികരിക്കാൻ ധൈര്യം കാട്ടിയ ഒരേ ഒരു സാംസ്കാരിക നായകനേ ഉള്ളൂ, അത് സുനിൽ പി ഇളയടമാണ്.
സുനിൽ പി ഇളയിടം പ്രതികരിച്ചത് കണ്ടിട്ട് സുനിൽ പി ഇളയിടത്തിന് പുറകെ നമ്മുടെ കവി ഉണ്ടല്ലോ, ഒരു കമ്മ്യൂണിസ്റ്റ് കവി ഉണ്ടല്ലോ, മുരുകൻ കാട്ടാക്കട, കുരിയപ്പുഴ. അദ്ദേഹം പ്രതികരിച്ചു. മുരുകൻ കാട്ടാക്കട അദ്ദേഹം പ്രതികരിച്ചു. അപ്പൊ സുനിൽ പി ഇളയിടത്തിന് താലിബാനെ എതിരെ പറഞ്ഞതിന് വധഭീഷണി വന്നു. ഇവിടെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരും പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അയാൾ നെട്ടോട്ട ഓടുകയായിരുന്നു. ആകപ്പാടെ ഞാൻ ആ വാർത്ത കണ്ടത് ദ ക്യൂ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലാണ്. സുനിൽ പി ഇളയിടത്തിന് വധഭീഷണി എന്ന് പറഞ്ഞു. എന്റെ ചേട്ടാ ഒരു പട്ടികളും തിരിഞ്ഞു നോക്കിയില്ല. രണ്ടാമത് മുരുകൻ കാട്ടാക്കടയ്ക്ക് ഫോൺ കോള്, ഭീഷണി കോള്, ഇനി മേലാൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആസനത്തിൽ കൂടെ കുന്തം കയറ്റുമെന്ന്. സത്യമായിട്ടും ഇത് തന്നെ, ഈ വാക്ക് തന്നെയാണ് എക്സാക്ട്ലി ഉപയോഗിച്ചത്. പുള്ളി ഇത് വളരെ കാവ്യാത്മകമായിട്ട് പുറത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് എന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു, ഇതുപോലെയാണ് വന്നത്. അത് പറയാൻ പോലും പറ്റത്തില്ല. അപ്പോ ചേട്ടൻ പറയുന്നതിൽ എന്താണ്, ഇവർ പ്രതികരിക്കില്ല. കാരണം ഇവർക്ക് ഭയമാണ് എന്നുള്ളത് കൊണ്ടാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സാംസ്കാരിക നായകരും ഇന്ത്യക്കെതിരായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഇവർ പ്രതികരിക്കില്ല. അതാണ്, അത് ഒരു വലിയ ഭയമുള്ളവരാണ് എപ്പോഴും ഭീകരവാദികൾ, അല്ലാതെ ഭയമില്ലാത്തവരല്ല. പിന്നെ ഇവര് കണ്ടിട്ടില്ലേ, നമ്മളെ ഇവരെ പിടികൂടുമ്പോഴൊക്കെ പിന്നെ ചാവേറായിട്ടൊക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ ഇവർ യൂസ് ചെയ്യുന്ന വലിയ തോതിലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. പിന്നെ തലയ്ക്ക് വെളിവില്ലാത്ത കുറെ എണ്ണമുണ്ട്. നിങ്ങൾ അവിടെ പോകൂ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടും എന്ന് പറഞ്ഞു വിടുന്നവരും ഉണ്ട്. അത് രീതിയിലൊക്കെ ഉണ്ട്. അപ്പൊ ചൈനയിൽ ഇത് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, ലോകത്തെമ്പാടും ഒരു കൊച്ചു സംഭവം ഉണ്ടായാൽ പോലും അതിനെതിരെ പ്രതികരിക്കുന്നതാണ്. പ്രത്യേകിച്ച് മുസ്ലിം വിഷയങ്ങളിലൊക്കെ ചാടി വീണ് പ്രതികരിക്കുന്ന ഒരാൾ പോലും ഇന്നേ വരെ ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ വിഷയം ഈ ലോകത്തിന് മുമ്പിൽ ഉയർത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഭയചകിതരാണ് ഇവര്. ഈ ഭയത്തോടു കൂടിയാണ് അവർ ഇന്ത്യ പിടിച്ചെടുക്കും എന്ന് പറയുന്നത്. കാരണം ചൈനയിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ആ സംവിധാനത്തിന്റെ പോലും ആവശ്യമില്ല. കാരണം ഒരു ജനതയുടെ ശക്തമായ മാനസികമായ ഒരു ഒരു പ്രതിരോധമുണ്ട് ഇവിടെ. ആ മാനസിക പ്രതിരോധത്തെ പോലും അവർക്ക് മുന്നേറാൻ കഴിയില്ല. അവിടെയാണ് അതിന്റെ ഒരു പ്രശ്നം. ഏതായാലും ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. ചൈന എന്ന് പറയുന്നത് ഉത്തര കൊറിയ പോലെ, ഉത്തര കൊറിയയിലില്ലല്ലോ ഇസ്ലാം മതം അവിടെ നിരോധിച്ചിരിക്കുകയാണ്, പല രാജ്യങ്ങളും നിരോധിക്കും. അതുപോലെ ഒരു രാജ്യമായി ചൈന മാറും. ലോകത്തെമ്പാടും ഇസ്ലാം മതം എന്നുള്ളത് ഇല്ലാതെ വരും. അതാണ്. പിന്നെ ഉയ്ഗൂർ മുസ്ലിം എന്ന് നമ്മൾ താഴ്ത്തിക്കെട്ടി കാണണ്ട. അവരും മുസ്ലിംസ് തന്നെയുള്ള ഒരു വിഭാഗം തന്നെയാണ്. മുസ്ലിങ്ങൾ തന്നെയാണ് പറയുന്നത്. ഹിന്ദുവിൽ തന്നെ അനവധി വിഭാഗങ്ങൾ ഉള്ളതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിലും അനവധി വിഭാഗങ്ങളുണ്ട്. അതുപോലെ ഒരു വിഭാഗം മാത്രമാണ് പറയുമ്പോൾ മുസ്ലിം എന്ന് തന്നെ നമ്മൾ പറയണം. അതെ, എന്തായാലും അടുപ്പുകൂട്ട് ചർച്ചക്കാരെങ്കിലും ഈ വിഷയം ഒന്ന് പരിഗണിക്കാനുള്ള ഒരു മഹാമനസ്കത കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.